നോമ്പെടുക്കുന്ന പ്രമേഹ രോഗികളുടെ എനിക്ക് പറയാനുള്ളത് സൂക്ഷിക്കുക നോമ്പെടുക്കുമ്പോൾ. കുറച്ച് പേർക്ക് നോമ്പെടുക്കുന്നത് റിസ്ക്കാണ്. അതായത് മുലയൂട്ടുന്ന അമ്മമാർ, പ്രഗ്നൻറ്റ് ലേഡീസ്, ഗർഭിണികൾ, അതേപോലെ തന്നെ ഒരു ഹാർട്ട് പേഷ്യൻറ്റ്, ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസ്, അവരൊക്കെ നോമ്പെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇവർ നോമ്പെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇവരെ നിങ്ങൾക്കറിയാലോ, ഒരു ഹാർട്ട് പേഷ്യൻറ്റ്, മിക്ക ഹാർട്ട് പേഷ്യൻ്റ് ഒരു ഒരു മയോകാർഡിയൽ ഇൻഫെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രോ പോലത്തെ മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആക്ഷൻ എന്താണെന്നറിയോ? രക്തത്തെ നേർമയാക്കുക എന്നുള്ളത്. ധമനികൾ കൂടെ രക്തം ശരിക്ക് എല്ലാ കോശങ്ങളിലും എത്തണം. പക്ഷേ രക്തധമനികളിൽ കൂടെ രക്തപ്രവാഹം ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും ക്ലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലുള്ള മെഡിസിൻ നമ്മൾ കഴിക്കുന്നത്. നോയമ്പ് 10-12 മണിക്കൂർ നമ്മൾ വെള്ളം കുടിക്കാതെ ആവുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ ക്ലോട്ടിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാർഡിയാക് പേഷ്യൻ്റ്, ഒരു റീസെൻ്റായിട്ട് MI കഴിഞ്ഞുള്ളവരോ അതേപോലെ സ്ട്രോക്കിന് മെഡിസിൻ കഴിക്കുന്നവരോ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഇനി അഥവാ അവർ നോമ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ ഈവനിങ് ടൈമിൽ നോമ്പ് തുറന്ന ഉടനെ തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അത്താഴം വരെ ഒരു 4 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടക്ക് അവർ വെള്ളം കുടിക്കും. പക്ഷേ ഒരു കിഡ്നി സംബന്ധമായ പേഷ്യൻ്റ്, ഒരു ക്രിയാറ്റിൻ കൂടുതലുള്ള പേഷ്യൻ്റ്, അവർക്ക് വെള്ളം കുടിക്കാനും പറ്റില്ല. അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട് വെള്ളത്തിന്. അപ്പോൾ അവരും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ശരിക്കും ഡീഹൈഡ്രേഷൻ കൊണ്ട് ശരിക്കും ഒരു ക്രിയാറ്റിന് ഇപ്പോൾ ഒരു 1.6, 1.7 ഉള്ളവർ പക്ഷേ ഒരു നോമ്പ് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 0.1 കൂടി നിൽക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്, വെള്ളത്തിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷന് സാധ്യത കൂടുതലാണ് നോയമ്പ് സമയത്ത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ക്രിയാറ്റിനും കൂടുതലുള്ളവർക്ക് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും വീണ്ടും ഒരു ഇൻഫെക്റ്റീവ് പത്തോളജി ശരീരത്തിലുണ്ടെങ്കിൽ വീണ്ടും ക്രിയാറ്റിൻ കൂടും. അപ്പോൾ അവരൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം നോയമ്പെടുക്കും. പിന്നെ അതേപോലെ തന്നെ മെഡിസിൻ കഴിക്കുന്നവരും, ഇപ്പോൾ നമുക്ക് ഡയബറ്റിക്കിന് കുറേ മെഡിസിൻ ഉണ്ടല്ലോ. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന മെഡിസിൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നവർ അങ്ങനെ നോയമ്പ് അങ്ങനത്തെ മെഡിസിനൊക്കെ കഴിക്കേണ്ടത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നോയമ്പ് തുറക്കുമ്പോഴാണ്. പക്ഷെ അത് ആ സമയത്ത് അത്താഴത്തിന് 4 മണിക്ക് നീട്ടിട്ട് ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പകല് ഷുഗർ ഡൗൺ ആവാനുള്ള സാധ്യത അവരിൽ കൂടുതലാണ്. നോയമ്പിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ ഫോളോ അപ്പിന് വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ആ ഡോസ് ക്രമീകരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അറിയാത്ത പേഷ്യൻസ് പിന്നെ ഇൻസുലിൻ എടുക്കുന്നത് തന്നെ നമ്മൾ ശരിക്കും 3/4 ഇൻസുലിൻ നോയമ്പ് തുറക്കുമ്പോഴും 1/4 അത്താഴത്തിനാണ് നമ്മൾ പ്രിഫർ ചെയ്യാതെ. പിന്നെ അതേപോലെ തന്നെ ഷുഗർ ഡൗൺ ആവാത്ത അനലോഗ്സ് പോലത്തെ ഇൻസുലിനുകളുണ്ട്, അതും നമ്മൾ പ്രിഫർ ചെയ്യാണ്ട് നോയമ്പ് സമയത്ത്. പിന്നെ ഹാഫ് ലൈഫ് കുറവുള്ള മെഡിസിൻ ഉണ്ട് ഷുഗറിൻ്റെ, അതൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യും അവർക്ക്. അങ്ങനെ ഒരു ഷോർട്ട് ആക്ടിങ് മെഡിസിൻ നോയമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ആക്ടിങ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ അവരുടെ ബ്ലഡിൽ അത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നോയമ്പ് എടുക്കുമ്പോൾ രോഗികൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ പകൽ സമയങ്ങളിൽ അഥവാ ഷുഗർ കുറഞ്ഞു പോകുമെന്ന് തോന്നുകയാണ്, അപ്പോൾ ഉടനെ നോയമ്പ് വിട്ടിട്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം അവർ നോയമ്പെടുക്കാൻ.